എടാ, സ്വന്തം കിടപ്പറയിലേക്ക് അന്യപുരുഷനെ ക്ഷണിച്ചു വരുത്തുന്നവള് എങ്ങനെയാടാ നല്ലൊരു ഭാര്യയാവുന്നത്? ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാടി ഇന്നലെ രാത്രി നിന്റെ മുറിക്കകത്ത് ഒരുത്തം കയറിയത്? അതിന് വ്യക്തമായ മറുപടി എന്റെ പക്കലുണ്ട്. എന്ത് മറുപടി? അതിപ്പോ പറയാം. ശരി സാർ. മഹാലക്ഷ്മിയുടെ ജാതകം ഞാൻ നന്നായി പരിശോധിച്ചിരുന്നു. അന്ന് ജ്യോത്സ്യം പറഞ്ഞത് ലഗ്നാധിപൻ ശുക്രനാണെന്ന. ശുക്രന് ഡയമണ്ട് ആണ് പ്രിയപ്പെട്ട രത്നം. അതുകൊണ്ടാ ഇങ്ങനൊരു ഡയമണ്ട് നെക്ലേസ് കൊണ്ടുവരാൻ ഞാൻ ജ്വല്ലറി വിളിച്ചു പറഞ്ഞത്. ഇത് കണ്ടോ, ഇതാണ് അമ്മ ഇപ്പൊ ചോദിച്ചതിന്റെ ഉത്തരം. കരുണയ്ക്ക് സ്വർണം കൊടുക്കാൻ അവളുടെ മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്. എന്നാൽ എന്റെ ഭാര്യയ്ക്ക് അവൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇതുപോലുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്ത് എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ അമ്മ നിസ്സഹായാണ്. മോളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ആ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള കുറവുകൾ നികത്താൻ ആരെങ്കിലും വേണ്ടേ? അപ്പോ ഇവര് ചെയ്ത തെറ്റ് കണ്ടിട്ട് മറന്നുപോയോ? എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇവൾക്ക് ഞാൻ ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കുന്നത്. മഹി, നീ വന്നേ. എന്തിനും മടിച്ചിരിക്കുന്നേ? ധൈര്യമായിട്ട് വാങ്ങിക്കേ. പിടിക്കടോ. ഈ വിഷയം ഇവിടെ നിർത്തിക്കോ. ഇനി ഇതേപ്പറ്റി ഈ വീടിനകത്തൊരു ചർച്ച വേണ്ട. പിന്നെ ഇന്നലെ ഞങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരുത്തം കയറിയത് നിങ്ങൾക്കൊക്കെ ആക്ഷേപം ആയെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്യാം. എന്നാൽ അതിന്റെ പേരിൽ എന്റെ ഭാര്യയെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കരുണേ, നിന്റെ വീട്ടിൽ വെച്ച് നീ ഒരു പക്ഷേ മഹിയെ അടിമയാക്കിയിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് അടിമ എന്റെ ഭാര്യയാണ്. ഈ തറവാട്ടിലെ മൂത്ത മകന്റെ ഭാര്യ. അതിന്റെ ഒരു ബഹുമാനം നീ എപ്പോഴും എന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. നീ മാത്രമല്ല, ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന നിലയിൽ അതിന്റെ ഒരു ബഹുമാനവും സ്ഥാനവും എന്റെ ഭാര്യയ്ക്ക് കിട്ടണം. എനിക്ക് കിട്ടുന്ന പോലെ തന്നെ. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോ. മഹി എന്നെങ്കിലും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ ഇയാൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകൂ. അല്ലെങ്കിൽ എന്നെ വിട്ടു പോകൂ.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.